ഹലോ, ഇന്ന് ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇറച്ചിപ്പത്തിരിയാണ് ചെയ്യുന്നത്. സാധാരണ ഇറച്ചിപ്പത്തിരി ചെയ്യുന്നത് പോലെ അതിന് പത്തിരിക്ക് വേണ്ടിയിട്ട് മാവ് കുഴക്കുകയോ പരത്തുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഇവിടെ ഇറച്ചിപ്പത്തിരി ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇഫ്താറിനൊക്കെ ഇത് അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇറച്ചിപ്പത്തിരി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം മസാല വേണം, ഫില്ലിങ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വലിയ ഉള്ളി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല. ഇതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ചേർക്കുന്നത്. ആവശ്യമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർക്കുന്നത്. ചിക്കന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കന് മുറിച്ച് ഇടുന്നതിനേക്കാളും നല്ലത് ഈ ഫില്ലിങ്ങിന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ്. എന്നാൽ നമുക്ക് ഫില്ലിങ് കുറച്ച് അധികമായിട്ട് തോന്നും. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ കുറച്ച് നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പത്തിരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ടയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒരു അത്യാവശ്യം കട്ടിയുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ കുറേശ്ശെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം അടുത്ത വെള്ളം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പിനടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അധികം കട്ടി ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ അധികം ലൂസ് ആകാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സൈസുള്ള ഒരു ഫ്രൈ പാനിലാണ് ദോശ ചുട്ടെടുക്കുന്നത്. ചെറിയ ഇറച്ചിപ്പത്തിരിയാണ് ചെയ്യുന്നത്. ഇനി പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ ബാക്കി മാവ് കൊണ്ട് നമുക്ക് ഈ ദോശ തയ്യാറാക്കിയെടുക്കാം. മാവ് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ശേഷം അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ശേഷം വീണ്ടും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ഈ മാവ് കൊണ്ട് ഞാൻ 6 ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1 കപ്പ് മൈദ വെച്ചിട്ട് ഈ സൈസിലുള്ള 6 ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ളൊരു മുട്ടക്കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും ചേർക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സോസ് പാനിലാണ് ഞാനിപ്പോൾ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണയൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ ദോശ എടുത്തിട്ട് ഈ മുട്ടക്കൂട്ടിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഈ സോസ് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ദോശയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ദോശ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ പ്രോസസ്സ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. ഈ ദോശ തീരുന്നത് വരെ മുട്ടക്കൂട്ടിൽ മുക്കിയിട്ട് ആദ്യം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ ദോശയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന മുട്ടക്കൂട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവരുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു ഇറച്ചിപ്പത്തിരിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഇഫ്താറിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. കാരണം അധികം ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല, പിന്നെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല സാധാരണ സ്നാക്സ് പോലെ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്